എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന അവധിക്കാലം വന്നെത്തി. പുസ്തകങ്ങളും ഹോംവർക്കുകളും ബാഗും ഒക്കെ മാറ്റിവെച്ച് നമ്മളെല്ലാവരും റിലാക്സ് ചെയ്യുന്ന സമയം. പലരും യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും, ചിലർ കളികളിൽ മുഴുകിയിരിക്കുകയാകും. എന്നാൽ ഈ ഒഴിവു സമയത്തെ വെറും അവധിയായി മാത്രം കാണാതെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ അവസരമായി മാറ്റിയാലോ? 2. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ. പല കുട്ടികളും വിചാരിക്കുന്നത് സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാം, ഇപ്പോൾ എന്തിന് കഷ്ടപ്പെടണം എന്നാണ്. എന്നാൽ ലോകത്ത് വിജയിച്ച വ്യക്തികളെയെല്ലാം നോക്കിയാൽ അവർ മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചവരാണ്. ചിന്തിക്കുക, നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം? ഒരു ഡോക്ടറോ, എഞ്ചിനീയറോ, അതോ നല്ലൊരു അത്ലറ്റോ? നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും അതിലേക്കൊരു ചെറിയ ചുവടുവെപ്പ് ഈ അവധിക്കാലത്ത് നടത്താം. ഉദാഹരണം, നിങ്ങൾക്കൊരു ക്രിക്കറ്റ് താരം ആകണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ 1 മണിക്കൂർ പരിശീലനത്തിനായി മാറ്റിവെക്കാം. പാചകം ഇഷ്ടമാണെങ്കിൽ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാം. 3. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പഠനം എന്നത് സ്കൂൾ സിലബസ് മാത്രമല്ല. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയൊരു കാര്യം പഠിച്ചെടുക്കാം. ഭാഷ. പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കൂ. ഇംഗ്ലീഷോ, ഹിന്ദിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ ഭാഷയോ. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. വായന. വായനശീലം മാറ്റിവെക്കരുത്. കുറഞ്ഞത് 5 പുസ്തകങ്ങളെങ്കിലും ഈ അവധിക്കാലത്ത് വായിച്ചു തീർക്കുമെന്ന് ഉറപ്പിക്കുക. ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ലോകമാണ് കാണുന്നത്. ഡിജിറ്റൽ സ്കിൽസ്. കമ്പ്യൂട്ടർ പഠിക്കാനോ, എഡിറ്റിംഗ് അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാനോ ഈ സമയം ഉപയോഗിക്കാം. 4. പരാജയങ്ങളെ ഭയപ്പെടരുത്. പല കുട്ടികളും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് തോറ്റുപോയാലോ എന്ന് പേടിച്ചാണ്. തോൽവി എന്നാൽ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാഠമാണ്. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരാജയപ്പെട്ടതല്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്നാണ്. ഈ മനോഭാവമാണ് നമുക്കും വേണ്ടത്. എന്ത് പരീക്ഷിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. 5. സോഷ്യൽ മീഡിയയും സമയവും. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും നമ്മുടെ ഒരുപാട് സമയം അപഹരിക്കുന്നുണ്ട്. റീൽസുകളും വീഡിയോകളും കണ്ട് മണിക്കൂറുകൾ കളയുന്നതിന് പകരം ആ സമയം ക്രിയേറ്റീവായ എന്തിനെങ്കിലും മാറ്റിവെക്കുക. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അത് മറ്റൊരാളുടെ ജീവിതം കണ്ടു തീർക്കാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ളതാണ്. ഓർക്കുക, വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ നിങ്ങൾ ഒരു പുതിയ ആളായിട്ടായിരിക്കണം സ്കൂളിലേക്ക് പോകേണ്ടത്. കൂടുതൽ അറിവുള്ള, കൂടുതൽ കഴിവുള്ള ഒരു വിദ്യാർത്ഥിയായി മാറാൻ ഈ അവധിക്കാലം സഹായിക്കട്ടെ. ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ പുതിയതായി എന്താണ് പഠിച്ചത്? എല്ലാവർക്കും സന്തോഷകരവും ഉപകാരപ്രദവുമായ ഒരു അവധിക്കാലം ആശംസിക്കുന്നു. നന്ദി.